RJD മുന്നണി വിടില്ല. നേതൃയോഗത്തിലാണ് ധാരണ. മുന്നണി വിടണമെന്ന ഭൂരിപക്ഷം ജില്ലാ ഘടകങ്ങളും ആവശ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുന്നണി വിടുന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് നേതൃത്വം നിലപാടെടുത്തു. MV ശ്രേയംസ് കുമാർ രാജ്യസന്നദ്ധത അറിയിച്ചതോടെയാണ് ജില്ലാ ഘടകങ്ങൾ അയഞ്ഞത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 2 സീറ്റുകൾ അധികം പാർട്ടിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടും. മനീഷ് തന്നെ വിശദാംശങ്ങൾ നൽകും. മനീഷ്, എന്തൊക്കെ കാരണത്തിലാണ് ഇപ്പോൾ മുന്നണി വിടണ്ട എന്നൊരു നിലപാടിലേക്ക് RJD എത്തിയിട്ടുള്ളത്? ശ്രീജ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ മുന്നണി വിടണമെന്ന വികാരം RJDയിൽ ശക്തമായി നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. പാർട്ടി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളടക്കം കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ പാർട്ടി തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജില്ലാ ഘടകങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദം സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായത്. ഏതാണ്ട് പകുതിയിലധികം ജില്ലാ ഘടകങ്ങൾ മുന്നണി വിട്ടുപോകണമെന്ന വികാരം പങ്കുവെക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി ഇന്ന് സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ തന്നെ യോഗം ചേർന്നപ്പോൾ ജില്ലാ ഘടകങ്ങളിലുള്ള ആളുകൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവരുടെ അഭിപ്രായം പങ്കുവെക്കുകയായിരുന്നു. ഇതിൽ ഭൂരിപക്ഷം കമ്മിറ്റികളും ഈ UDFിലേക്ക് ചേക്കേറണം എന്ന അഭിപ്രായമാണ് പങ്കുവച്ചത്. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് ഒരു മുന്നണിയിൽ നിന്നും മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കും എന്നാണ് MV ശ്രേയംസ് കുമാർ അടക്കമുള്ള നേതാക്കൾ തങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. UDFിൽ നിന്നാണ് LDFിലേക്ക് എത്തിയത്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഒരു സീറ്റ് ലഭിച്ചില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിടേണ്ടി വന്നു എന്നുകൊണ്ട് മാത്രം മാറുന്നത് പാർട്ടിക്ക് ദോഷകരമാണ് എന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇങ്ങനെയെങ്കിൽ ഈ മുന്നണി മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ താൻ പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അദ്ദേഹം യോഗസ്ഥലത്ത് നിന്നും ഇറങ്ങുകയും ചെയ്തു. ഇതേ തുടർന്നാണ് തൽക്കാലം മുന്നണി വിടേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. തുടർന്ന് 3 സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പാർട്ടി 5 സീറ്റുകൾ ഇത്തവണ LDFിനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. കൽപ്പറ്റ, കൂത്തുപറമ്പ്, വടകര സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. എന്നാൽ കോവളം സീറ്റും ചാലക്കുടി സീറ്റും വിട്ടു നൽകണമെന്ന ആവശ്യവുമായാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കോവളം സീറ്റിൽ കഴിഞ്ഞ തവണ ജനതാൾ സെക്കുലറാണ് മത്സരിച്ചത്. നീൽ ലോഹിതദാസൻ നാടാരായിരുന്നു അവിടെ മത്സരിച്ചത്. അദ്ദേഹം ഇപ്പോൾ RJDയോടൊപ്പം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വിപുലമായ വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളുമൊക്കെ ആ കോവളത്തുള്ളതാണ്. അതുകൊണ്ട് ഈ 5 സീറ്റ് ചോദിച്ചിട്ട് അതിൽ 4 സീറ്റെങ്കിലും കോവളമെങ്കിലും ഉറപ്പ് വരുത്തണം എന്ന രീതിയിലെ ചർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അക്കാര്യം LDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്യാം. ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം CPMനോട് പറഞ്ഞ് സീറ്റ് വാങ്ങാം എന്നൊരു ധാരണയാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.